സ്വാമി സ്വാമിയുടെ പേരെന്താ? ദേവചൈതന്യാനന്ദ സരസ്വതി. അത്ര ഉറക്കെ പറഞ്ഞത് നല്ലതാണ്. ദേവചൈതന്യാനന്ദ സരസ്വതി. ആ, അപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു പാർക്ക് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്ന പാർക്ക് മാത്രമല്ല, പല കാര്യങ്ങളും കുട്ടികൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ എന്താണ് പ്രത്യേകത? അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ 14-ാം തീയതിയാണ് പാർക്കിൻ്റെ ഉദ്ഘാടനം. വൃന്ദാവനം എന്ന അടിസ്ഥാനത്തിലാണ് പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേവലം കളിക്കാനും ചിരിക്കാനും മാത്രമല്ല, ചിന്തിക്കാനും വിജ്ഞാനം ശേഖരിക്കുവാനും സാധ്യമാകുന്ന ഒട്ടനവധി വരുന്ന പദ്ധതികൾ ഈ പാർക്കുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായും ഗോശാലയുടെ പ്രവർത്തനം സജീവമായി നടക്കുക എന്നുള്ളതാണ്. കേവലം പശുക്കളെ വളർത്തുക, ആദായം നേടുക എന്നതിന് മാത്രമല്ല, അതൊരു ആരാധന സമ്പ്രദായമായി സ്വീകരിച്ചുകൊണ്ട് അതുങ്ങളെ പരിചരിക്കുന്നത് ഈശ്വരതുല്യമായ പൂജയ്ക്ക് എന്നതുപോലെയാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 70ഓളം വരുന്ന നാടൻ പശുക്കളാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വരുന്ന ഉൽപ്പന്നങ്ങൾ, പാല്, നെയ്യ്, ഭസ്മം, അതുപോലെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം, പഞ്ചഗവ്യങ്ങൾ കൊണ്ടുള്ള ഔഷധങ്ങൾ ഉൾപ്പെടെ ഇവിടെ എല്ലാ നിർമ്മാണങ്ങളും സ്വയം ഇവിടെ തന്നെ നിർവഹിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച്, പാർക്കിലെത്തുന്ന കുട്ടികളെ സംബന്ധിച്ച്, തങ്ങളുടെ ജീവിതവുമായി ബന്ധിച്ച് നിൽക്കുന്ന പശുക്കളെ സംബന്ധിച്ചും അതിൻ്റെ ജീവിത ക്രമങ്ങളെ സംബന്ധിച്ചുമൊക്കെ ആധികാരികമായി പഠിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വയലുകൾ, പാടശേഖരങ്ങളിലെ നെല്ലുകളും അടക്കം പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കമനീയമായിട്ടുള്ള കാഴ്ചകൾ കാണുവാനും ആസ്വദിക്കുവാനും പ്രകൃതിയെ തൊട്ടറിയുവാനും അത് അനുഭവവേദ്യമാക്കി തീർക്കുവാനും കഴിയുന്ന സാഹചര്യവും ഈ പാർക്കുമായി ബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഓ അല്ലേ. അപ്പോൾ സ്വാമി, നമുക്കൊരു കാര്യം ചെയ്താലോ? ഗോക്കളെ ഒന്ന് കണ്ട്, അല്ലെങ്കിൽ ഗോക്കളെ പറ്റി എന്തെങ്കിലുമൊക്കെ സ്വാമി ഒന്ന് പറയും. തീർച്ചയായിട്ടും. എന്താ കൃഷ്ണൻ എന്നല്ലേ പറഞ്ഞത്? നമസ്തേ കൃഷ്ണൻ. അതെ, മലയാളിയല്ല, നേപ്പാളാണ് വീട്. എന്നാലും മലയാളം വളരെ മനോഹരമായി പറയുന്നുണ്ട്. മലയാളം അറിയാം, വർഷങ്ങളായി, 10-25 വർഷമായി ഗോക്കളെ. അതല്ലേ. അപ്പം നമുക്കേ നമ്മുടെ ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഈ പശുക്കളെ പറ്റി അറിയാനും ഒക്കെ വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ ഇപ്പോൾ 71 നാടൻ പശുക്കളുണ്ട്. എല്ലാം നാടൻ പശുക്കളാണ്. അപ്പോൾ ഇവിടെ എത്ര 6-7 ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. അതെ. നമ്മളെ ഗീർ പശുക്കൾ, ഗുജറാത്തി ഗീർ, ഥാർ പാർക്കർ, പിന്നെ വെച്ചൂരി, കാസർഗോഡ് മുള്ളൻ, കൃഷ്ണ, കാൻകയം, പിന്നെ പൊങ്കന്നൂർ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട്. പൊങ്കന്നൂർ. അങ്ങനെ 6-7 ഇനത്തിൽപ്പെട്ട എല്ലാ നാടൻ പശുക്കളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ കന്ന് മറ്റേ പുതിയ തരം തീറ്റകളൊന്നും കൊടുക്കാറില്ല. നമ്മുടെ എല്ലാം നാടൻ തീറ്റകൾ മാത്രം. അവിലിന്റെ പൊടി തവിട്, ചോളത്തിന്റെ പൊടിച്ച തവിട്, പിന്നെ പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, അങ്ങനെയുള്ള തീറ്റകൾ മാത്രമേ ഉള്ളൂ. പുല്ലും വൈക്കോലും വെള്ളവും. മറ്റുള്ള ഫീഡും തീറ്റകളും ഒന്നും ഇവർക്ക് കൊടുക്കാറില്ല. അപ്പൊ ഇതിന്റെ പാലൊക്കെ കിട്ടുമ്പോ എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ വരുന്നവർക്ക് ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് കൊടുക്കും. ബാക്കിയുള്ള പാല് നമ്മൾ ഈ ഉറവിച്ച് കാച്ചി തൈര്, മോര്, നെയ്യ് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ പശുക്കളെ നമുക്ക് അവിടെ ഒന്ന് നോക്കാം. 71 പശു ഉണ്ടെന്നല്ലേ പറഞ്ഞു? കുട്ടി പശു അടക്കം 71 ഉണ്ട്. സുഹൃത്തുക്കളെ, വളരെ സാധാരണ നമ്മൾ ഡയറിയിലൊക്കെ പോയിട്ട് കാണുന്ന ഒരു പശുക്കളല്ല അത്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ പശുക്കളെ പറ്റി അറിയാനും കണ്ട ഗീർ പശുക്കളാണത്. ഗീർ പശുക്കൾ ഇതൊക്കെ മെയിനായിട്ട് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ഗുജറാത്തിയാണ്. ഗുജറാത്തി, പിന്നെ രാജസ്ഥാൻ, ഥാർ പാർക്കർ രാജസ്ഥാൻ. ഥാർ പാർക്കർ രാജസ്ഥാൻ. അപ്പം നമ്മുടെ പേര് പറഞ്ഞ എന്താണ്? എൻ്റെ പേര് കൃഷ്ണൻ. കൃഷ്ണൻ. സോറി, ഞാൻ മറന്നുപോയി. അപ്പോൾ കൃഷ്ണ, ഓക്കെ. അവനെ
അപ്പോൾ സാറേ പേര്? NP ശിവൻ എന്ന് പറയും. അതെ, ഞാനിവിടെ ഇന്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ ട്രസ്റ്റിയാണ്. അതല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഒരുപാട് കാണാനുണ്ടെന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് ഇവിടുത്തെ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതെ, ഇവിടെ ആരേശ്വരം ശാസ്താവ് കുടികൊള്ളുന്ന ആരേശ്വരം മല മുതൽ ഇവിടെ ഈ കനകമലയിലെ പുണ്യാളനുള്ള മലയാണത്. അതുപോലെ കോടശ്ശേരി മല, അപ്പോൾ കനകമല, കോടശ്ശേരി മല, ആരേശ്വര മല, അങ്ങനെ ഈ 3 മലകളുടെ ഒരു സംഘമാണ്. നമ്മളൊരു വൃത്താകൃതിയിലുള്ളൊരു സ്ഥലമാണത്. ഇത് ഒരു മതിൽ കെട്ടിയാൽ, ഒരൊറ്റ മതിൽ സ്ട്രെയിറ്റ് ആയിട്ട് കെട്ടിയാൽ 120 ഏക്കർ സ്ഥലം ഇതിൽ പെടും. ഇതിൻ്റെ ഒരു ഭംഗി തീർക്കാൻ പറ്റുന്നതല്ല, അത്ര മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ വന്നാൽ ഒരു 2 മണിക്കൂർ സമയമൊക്കെ വേണമെങ്കിൽ ഈ മലയൊക്കെ കണ്ട്, ഈ പാടമൊക്കെ കണ്ട്, വയലൊക്കെ കണ്ട്, പശുക്കളൊക്കെ മേയുന്നത് കാണാനൊക്കെ ഉള്ള വളരെ സൗന്ദര്യമുള്ളൊരു സ്ഥലമാണിത്. അതല്ലേ. മറ്റു പശുക്കളെ പറ്റിയൊക്കെ സ്വാമി പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കും കാരണവന്മാർക്കും ആർക്കായാലും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വളരെ നല്ലൊരു സ്ഥലം. ശിവൻ ചേട്ടാ, അന്താരാഷ്ട്ര ശ്രീകൃഷ്ണാശ്രമത്തിൻ്റെ വക വൃന്ദാവനം എന്നൊരു പാർക്ക് തുടങ്ങിയെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശിവൻ ചേട്ടൻ പറഞ്ഞു. അന്താരാഷ്ട്ര വൃന്ദാവനം പാർക്ക്, ഈ വൃന്ദാവനം പാർക്ക് ഇവിടെ വന്നാൽ ഇവിടെ നിരവധി കുട്ടികൾക്ക് കളിക്കാനുള്ള ഒട്ടനവധി സംവിധാനങ്ങളുണ്ട്. വണ്ടികൾ ഓടിക്കാനുള്ളത്, ചാടാനുള്ളത്, മറയാനുള്ളത്, എഴുകാനുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. വണ്ടികൾ ചെറിയ വണ്ടികൾ കുട്ടികൾക്ക് ഓടിക്കാനൊക്കെ ആയിട്ട്. മാത്രമല്ല ഈ പാർക്ക് ഒരു ശ്രീകൃഷ്ണ കേന്ദ്രത്തിനോടനുബന്ധിച്ചാണുള്ളത്. ഇവിടെ ഉള്ളത് വലിയ ഭംഗിയുള്ള മലകൾ, കൃഷി, പശുക്കൾ, ഈ ഭാരതത്തിൻ്റെ പൈതൃകമായിട്ടുള്ള കൃഷിയെക്കുറിച്ച്, പശുക്കളെക്കുറിച്ച് ഇതെല്ലാം കുട്ടികൾക്കറിയാം, ചിന്തിക്കാൻ, അവർക്ക് ഉല്ലസിക്കാൻ ഒരു പഠന കേന്ദ്രം കൂടിയാണ്. ഇത് ഉല്ലാസവും പഠനവും എല്ലാം കൂടി നടക്കാവുന്ന ഒരു കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം പറ്റുന്ന ഒരു വലിയൊരു സങ്കേതമാണിത്. അതെ. അപ്പോൾ ഇത് ഇങ്ങനൊരു ആശയം തോന്നാനുണ്ടായ കാരണം വേറൊന്നുമല്ല, ഈ പാർക്കിനെ പറ്റി ഈ ഒരു ആശയം തുടങ്ങിയത് ബാലഗോകുൽ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകനായിട്ടുള്ള MSRന്റെ മനസ്സിൽ ഉദിച്ച പദ്ധതിയാണ്. ഇത് 41 പദ്ധതികൾ അടങ്ങുന്ന വലിയൊരു പ്രോജക്റ്റാണ്. ഇതിലിപ്പോൾ 3ാമത്തെ പദ്ധതി ആയിട്ടുള്ളൂ. ഈ പദ്ധതിയുടെ പൂർണ്ണമാവുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഭാരതീയ പൈതൃകങ്ങളായിട്ടുള്ള ധർമ്മഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, വേദങ്ങൾ, ഇതെല്ലാം പഠിക്കാൻ പറ്റുന്ന വേദവിജ്ഞാന കേന്ദ്രം കൂടി ഉണ്ടാവും. ഗീത പഠിക്കാനുള്ള ഗീതവിജ്ഞാന കേന്ദ്രം ഉണ്ടാവും, മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ടാവും, യോഗ സെൻറ്റർ ഉണ്ടാവും. അതുപോലെ ഭാരതീയ കലകൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള കൂത്തമ്പലം പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും, നക്ഷത്ര വനമുണ്ടാവും, അതുപോലെ ദശപുഷ്പത്തറയുണ്ടാവും. അങ്ങനെ അനവധി ഔഷധത്തോട്ടം ഉണ്ടാവും. പശുക്കളിൽ നിന്ന് വാല്യൂ അധിഷ്ഠിതമായിട്ടുള്ള പഞ്ചഗവ്യ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന വലിയ പഞ്ചഗവ്യ നിർമ്മാണശാലയുണ്ടാവും ഇവിടെ. അങ്ങനെ 41ഓളം പ്രോജക്റ്റുകളുള്ള വലിയൊരു സംവിധാനം ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞാൽ ഈ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക പഠന ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇത് മാറും, യാതൊരു സംശയമില്ല. അതിന് വേണ്ടിയിട്ടുള്ള രൂപകൽപ്പനയാണ് ചെയ്തിട്ടുള്ളത്. 1000 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതിൻ്റെ പിന്നിൽ 41 പദ്ധതികളിലൂടെ ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ കേന്ദ്രം എന്ന് പറയുന്ന സമയത്ത് കൃഷ്ണനും കാളിന്തി നദിയും കാളിയനായിട്ടുള്ള ഇത് നടക്കുന്നത് ഒരു 7 ഏക്കർ സ്ഥലത്താണ്. അങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കന്യാകുമാരി മുതൽ കാശ്മീരിലെ പുണ്യസ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, പുണ്യനദികൾ, ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുള്ള ഭാരത ദർശനം കൂടി ഉണ്ടാവും. അതുപോലെ കേരളത്തെക്കുറിച്ച് അറിയാനുള്ള കേരള ദർശനം ഉണ്ടാവും. അങ്ങനെ നിരവധി പദ്ധതികൾ ഉൾപ്പെട്ട പദ്ധതിയുടെ 3ാമത്തെ പദ്ധതിയാണ് ഈ വൃന്ദാവനം എന്ന് പറഞ്ഞ പാർക്ക്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനം ഇവിടെ വന്നതുകൊണ്ട് നാട്ടുകാരുടെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ നമ്മുടെ കേരളമാകെ, ഞാൻ കേരളത്തെ പറ്റി പറയുന്നുള്ളൂ, കേരളമാകെ ഉള്ള ജനങ്ങൾക്ക് വളരെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ
ഏവർക്കും സ്വാഗതം. എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടിയാണിത്. ഉത്രാടം നാളിൽ ഇത് ഉദ്ഘാടനം നടന്നതിന് ശേഷം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഈ സ്ഥലം കാണാനായിട്ട്, പാർക്ക് സന്ദർശിക്കാനായിട്ട്, പാർക്കിൻ്റെ കാര്യങ്ങൾ കാണാനായിട്ട് എത്തിച്ചേരുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ നിന്ന്, ലോക്കലല്ല, പുറത്തുനിന്നാണ് ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലേ, ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും ഇവിടെ കുട്ടികൾക്ക് കളിക്കാം, മുതിർന്നവർക്ക് ചിന്തിക്കാനുള്ളതും പഠിക്കാനുള്ളതായിട്ടുള്ള കുറേ സംവിധാനങ്ങൾ ഈ ശ്രീകൃഷ്ണ കേന്ദ്രത്തിനോടനുബന്ധിച്ചുണ്ട്. ഓ അല്ലേ, അപ്പം നമുക്ക് അപ്പുറത്തേക്ക് ഇതിലെ പോരെ. ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി എത്ര രൂപ ചെലവായി കാണുമ്പോൾ? ഇതിപ്പോൾ ഈ പാർക്കിന് ഒരു 60 ലക്ഷം രൂപയോളം ചെലവാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ 50 ഏക്കർ സ്ഥലം നമ്മുടെ സ്വന്തമായിട്ടുണ്ട്. നമ്മളൊരു 100 ഏക്കർ സ്ഥലം ആക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ ഇവിടെ വന്നാൽ രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ ഇവിടെ ഈ പ്രദേശം മുഴുവൻ കാണാനും ആസ്വദിക്കാനും പറ്റാവുന്ന രീതിയിലും, അത് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു സംവിധാനമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അടുത്തൊരു 5 വർഷത്തിനകത്ത് ഇത് പൂർത്തിയാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ആസ്വദിക്കാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു സ്ഥലവും, അതുപോലെ തന്നെ ആത്മീയമായിട്ട് വളരാനും വേണ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. കണ്ടില്ലേ, നിരവധി കുട്ടികൾ. ഇന്ന് വെള്ളിയാഴ്ചയായ കാരണത്തിൽ ആൾ കുറവാന്ന് തോന്നുന്നു. ശനി ഞായറും നല്ല ആളുണ്ടാവും. അവധി ദിവസങ്ങളിലൊക്കെ ധാരാളം പേര് വരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഓഫീസ് അല്ലേ? ഇതല്ല ഈ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണാശ്രമത്തിൻ്റെ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക്. അല്ല, ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് പരിപാടി? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ലേ, നിങ്ങളുടെ വീട് എവിടെയാ? ഞങ്ങളെ മറ്റത്തൂര്. എല്ലാം കൊണ്ടും വളരെ ഇഷ്ടമായി. എല്ലാം കൊണ്ടും വളരെ ഇഷ്ടമായി. കുട്ടികളോട് ചോദിച്ചോട്ടെ. അതുപോലെ തന്നെ പശുക്കളെ കാണാനും ഈ മല മറ്റു അവസരം. ഞാൻ ഈ കൊച്ചു കുട്ടികളോടൊന്നും ചോദിക്കട്ടെ. മോളെ, അവിടെ നിർത്തിയത്? അപ്പോൾ അവളോട് ചോദിക്കാൻ പറ്റില്ല. മക്കളെ, എങ്ങനെയുണ്ടത്? ഒരു മിനിറ്റ് നിർത്ത്. എങ്ങനെയുണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അടിപൊളിയായില്ലേ? മോളെ, പാർക്ക് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഉറക്കെ പറയും. സൂപ്പറാ. ഇതെന്തിനാ ഉയരങ്ങളിലേക്ക് കയറി എത്താനോ? എങ്ങനെയുണ്ട് മോൾക്ക്? ഇഷ്ടായ? ഇഷ്ടായ? ഇനി എന്നും വരാ? സൂപ്പറായി.